ഹായ് ഹലോ നമസ്കാരം പ്ലേറ്റ്സ് ആൻഡ് പ്ലാൻസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ മോനാണ്, ശ്രേതക്ഷ് എന്നാണ് പേര്. പറ. ശ്രേതക്ഷ് എന്നാണ് പേര്. വൈഫാണ് തുഷാര. അപ്പോൾ നമ്മളിന്ന് മോനെ ലീവ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഔട്ടിങ് ഇറങ്ങിയതാണ്. സുവോളജിക്കൽ പാർക്ക്. എവിടേക്കാ പോണത്? ബാക്കിയോ? അപ്പൊ തൃശ്ശൂരില് നമ്മള് സുവോളജിക്കൽ പാർക്കിൽ പോവാൻ വേണ്ടിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട് തൃശ്ശൂര്. അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോവല്ലേ വെച്ചോ? അപ്പൊ പറ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് നിന്ന് അപ്രോക്സിമേറ്റ്ലി 66 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 66 കിലോമീറ്റർ. അപ്പോ പാലക്കാട് ടൗൺ നോക്കട്ടെ. 66 ഉള്ളൂ. നമ്മുടെ അവിടെ നിന്ന് കൂടുതലാണ്. ഒരു 200-300 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം നമുക്ക് പോണ്ടത് ഫുഡ് കഴിക്കാനാണ്. ചാവടി റോഡിൽ എന്ത് കിട്ടും അവിടെ? എല്ലാമേ ഉണ്ട്. പോർക്ക്, ബീഫ്, മീന് എല്ലാം കിട്ടും. നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് 5-6 ഇഡ്ഡലിയും തിന്ന് വിശക്കണമില്ല. ഇപ്പൊ അതും കഴിക്കണ്ടേ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, പാർക്കിലേക്ക് പോവാം. അതല്ല നല്ലത്. പൊറോട്ടയും ബീഫും കിട്ടിയാ കുറച്ചുകൂടെ. അയ്യേ, ഉച്ച സമയത്താണ് പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫിന് മുഹൂർത്തങ്ങളുണ്ടോ? പൊറോട്ടയും ബീഫും കഴിക്കാൻ മുഹൂർത്തം നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സമയത്ത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വൈകുന്നേര സമയങ്ങളില്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാനൊരു ദിവസം തൃശ്ശൂര് പോയിട്ടുണ്ട്. നമ്മൾ എന്തിനു വെറുതെ പോണം? നീ അച്ഛനോട് പോയതാ? അതേ ആ സൂവിലടത്. ഇത് അതിനേക്കാൾ ഒരു വെറൈറ്റി ഷൂ ആണ്. അതായത് എങ്ങനെയാണെന്നറിയോ, നീ അവിടെ പോയപ്പോ പുലിനെയൊക്കെ കണ്ടില്ലേ, ടൈഗറിനെയൊക്കെ കണ്ടില്ലേ? ടൈഗറൊക്കെ കൂട്ടില് ഇരിക്കുന്ന കണ്ട. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ വലിയ കാടാണ്. ആ കാട്ടില് ടൈഗറിനെയും സിംഹത്തിനെയും എല്ലാത്തിനും ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ടൈഗറിനെ കാണുമോന്ന് ഇങ്ങനെ നോക്കിയിരിക്കില്ലേ? അയ്യ, അതെ, കണ്ണാടി ഗ്ലാസ് ഉണ്ടോ ഫ്രണ്ടിൽ വെച്ചു, സേഫ്റ്റി ആണ് കേട്ടാ. അപ്പൊ അതുപോലെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, ടൈഗറിനെ കിട്ടുമോ കാണുമോ എന്ന് പറഞ്ഞിട്ട്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? ടൈഗറിനെ കാണാനാണ് നമ്മൾ വ്യൂ. നമ്മള് മണ്ണൂത്തി ഇപ്പൊ ലെഫ്റ്റ് എടുക്കണം. നേരെ പോയി കഴിഞ്ഞാൽ നേരെ എറണാകുളം പോകണ്ടാ. പോണെന്നും കൂടെ പറയേ. നമ്മൾ എങ്ങടാ പോണെന്നും കൂടെ പറയേ. നമ്മളത് ഇൻട്രോയില് പറഞ്ഞല്ലോ. പിന്നെന്താണ്? ഇത് നോക്ക്, വണ്ടി നമ്പർ 74. നമ്മൾ 75. നമ്മളിപ്പോ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാ. അതാണ് മെയിൻ. അത് പറയേ. ചാവടി ഹോട്ടലിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്. നമ്മൾ എവിടേക്കാ ഫുഡ് കഴിക്കാൻ പോണത്? അത് ചാവടി ഹോട്ടൽ. അത് നമ്മുടെ IM വിജയൻ സാറിന്റെ റിലേറ്റീവിന്റെ ഹോട്ടലാണത്. ആരാ IM വിജയൻ? തെച്ചു ഫുട്ബോൾ പ്ലെയർ. അപ്പോ നമ്മുടെ നരാട്ടം പറഞ്ഞിട്ടാണ് ഹോട്ടലിലേക്ക് പോണത്. കഴിച്ചു നോക്കാം. നരാട്ടാ, ഞങ്ങളെ കഴിച്ചിട്ട് അഭിപ്രായം പറയാട്ടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം നരാട്ടം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നരാട്ടനെ വിളിച്ചാൽ പറയും. നരാട്ടം പറയണത് എപ്പോഴും മോശം വരാറില്ല. പുലിയാണ്. ആളെല്ലാം നോക്കിട്ടേ പറയുള്ളൂ. ഷെഫായതുകൊണ്ട് പാക്കല.
ഇതാണ് പഴയ സൂ നമ്മൾ അന്ന് പോയ മ്യൂസിയം. ഇതിലല്ലേ നമ്മൾ പോയത്? മ്യൂസിയം. പഴയ മ്യൂസിയം. ഇതൊക്കെ എന്ത്? നമ്മള് പോണത് ഇനി പുതിയ മ്യൂസിയം. എന്തിലിതാ പുരാവസ്തു മ്യൂസിയം, ശക്തൻ തമ്പുരാൻ കൊട്ടാരം, തൃശ്ശൂർ. പുരാവസ്തു മ്യൂസിയം. നമുക്ക് ഇവിടുന്ന് കൊട്ടാരത്തുനിന്ന് 900 മീറ്ററേ ഉള്ളൂ കേട്ടോ ആ ഫുഡ് കഴിക്കാൻ പോണ സ്ഥലത്തേക്ക്. അതന്നെ, ഹോട്ടലിലേക്ക്. ഗുരുവായൂർ റൂട്ടിലാണ്. ഞങ്ങളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലൊക്കേഷൻ വരുമ്പോൾ തന്നെ മാമൻ്റെ കട എന്ന് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലാണ് ഈ കട. ചെറിയൊരു വഴിയിൽ കൂടെ പോകണം ഈ കടയ്ക്ക്. കാണുകയാണ് ചാവടി കൂടെ. നമ്മുടെ മാമൻ്റെ കടന്ന് തൊട്ടടുത്ത് കൂടി ചെറിയ വഴിയിലൂടെ നടന്നു പോകണം. ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേട്ടോ. ഞങ്ങള് കിഡിലും ഭക്ഷണമായിരുന്നു, അടിപൊളിയായിരുന്നു. മീൻകറിയും ബീഫും എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാർക്ക് ക്ലോസ് ആണോ? അയ്യോ, നല്ല ടൈം വൈകുന്നേരമാണ്. വൈകുന്നേരമാണല്ലേ സൈറ്റിംഗ് കിട്ടുന്നു. അവര് കുറച്ചുകൂടി രസമായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ഹൈഡ് ആയിരിക്കും. ഇപ്പൊ ഇന്ന് ക്ലോസാ, എല്ലാ മണ്ടേയും ക്ലോസ് ആണ്. എല്ലാ മണ്ടിയും ക്ലോസാ. കാരണം ഫാസ്റ്റിംഗ് ഡേ ഒക്കെ ഉള്ളവർക്ക് ഈ എനിമൽസ് ടൈഗേഴ്സിന് ഫാസ്റ്റിംഗ് ഡേ. ഓക്കെ, താങ്ക് യു. എൻട്രി 200 മീറ്റർ. 200 അല്ല, സൂ എൻട്രി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ എൻട്രി അത് നോക്കി എങ്ങനെ എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ലേ വായിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. 200 എൻട്രി. ഇതാണ് അപ്പൊ നമ്മുടെ എന്താണ് നല്ല രസമുണ്ടല്ലേ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. നോ എൻട്രി. ഞങ്ങള് KSRTC ബസ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ പോവും ഉള്ളില്. അടപൊട്ടൽ മൂഞ്ചി പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എവിടെ പോയാലും ഭാഗ്യം കിട്ടില്ല എന്നുള്ളത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് ഞാൻ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് കാണുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പാലക്കാട് നിന്ന് വന്നിട്ട് പാർക്ക് കാണാൻ വേണ്ടി വന്ന. തിങ്കളാഴ്ച ക്ലോസ് ആണ്, എല്ലാ തിങ്കളാഴ്ചയും പാർക്ക്. അനിമൽസിന്റെ ഫീഡിംഗ് ഡേ ആണ് മൺഡേ. അതുകൊണ്ട് ആരും ഇനി മൺഡേ സൂ കാണാൻ വരരുത്. എല്ലാം ക്ലോസ്ഡ് ആണ്, നാളെ ഓപ്പൺ ആവുള്ളൂ. എന്നാലും എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, എവിടെ പോയാലും മുന്നിൽ പരിപാടിയാണ്. ഈ സിറ്റുവേഷനിൽ പാടാൻ പറ്റിയ പാട്ട് അതാന്നറിയോ? പാട് പാട് പാട്. നീ പാട്. വാഴ്ക്കൈ തെച്ചുപാട്, തെച്ചുപാട്. മൂഞ്ചി 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 അടപടലം മൂഞ്ചി ഗായ്സ്, അടപടലം മൂഞ്ചി. ഇതാണ് എൻട്രി. ഇതാണ് എൻട്രി. അതാ സുവോളജിക്കൽ പാർക്ക്. അതാണ് എത്തി ക്ലോസ് അല്ലേ, നമ്മ ഫോട്ടോ കൊടുക്കാൻ നിൽക്കണം. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ. അപ്പൊ എന്തായാലും പരിപാടി ഫ്ലോപ്പായ കാരണം അടുത്ത ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. തിരിച്ചു വരുമ്പോഴേ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഒരു ഫീലിങ്ങിന് വേണ്ടിട്ട് കുതിരാൻ
നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, അമ്പലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റിനോവേഷൻ എന്തൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട് അമ്പലം. എത്ര പേരും ഇങ്ങോട്ട് വരുന്ന അറിയില്ല. കാണിച്ചു തരാട്ടോ, അടിപൊളിയാണ്. നേരത്തെ ബസ്സിൽ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾ ബസ്സില് എല്ലാരും ഇങ്ങനെ പൈസ എറിഞ്ഞു പോകില്ല. അപ്പൊ ഇവിടെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അടിപൊളിയാക്കി, അമ്പലം റിനോവേഷൻ ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ. റീൽസിലൊക്കെ കാണുന്നുണ്ട്. നമുക്കിപ്പോ നേരിട്ട് പോയിട്ട് കാണാം. യെസ്. അപ്പോൾ ഇതാണ് കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. പണ്ടൊക്കെ ഭയങ്കര എന്താ പറയുക, പേടി ഒരു റൂട്ടായിരുന്നു ഇതൊക്കെ നമുക്ക്. കാരണം കുതിരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്ലോക്കാണ്. ഈ ഒരു റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോൾ നോക്കിയാലും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. ഇപ്പോൾ പുതിയ റോഡ് വന്നത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. അപ്പോൾ ഇവിടെ നോക്കി ഇവിടെയൊന്നും ആരുമില്ല. ഇതാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ അവസ്ഥ. മുമ്പിലുള്ളതെല്ലാം ഒരിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ്. മുരുകൻ്റെയും കൃഷ്ണൻ, ശിവൻ, അയ്യപ്പൻ്റെ ഒക്കെ ആ ഒരു ശില്പം ഇപ്പോൾ ചെയ്തതാണ്. നമ്മളങ്ങനെ തിരിച്ച് പാലക്കാട് വന്നു. വേറെവിടെയും പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം മഴയൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും പാലക്കാട് വന്ന് ഒരു ചായ കുടിക്കാതെ വിചാരിച്ചാണ്. പാലക്കാട് വന്ന് ചായ കുടിക്കുകയാണെങ്കിൽ അവിടെ കുടിക്കണം. പാലക്കാട് നമ്മള് തനതായ ഒരു ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ടുള്ള ഫിൽറ്റർ കോഫി ഫ്രം കൽപ്പാത്തി. കൽപ്പാത്തിയിൽ പോയിട്ട് നമുക്ക് നല്ലൊരു ഫിൽട്ടർ കോഫി കുടിക്കാം. അതല്ല അതിന്റെ ഒരു ശരി. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ പാലക്കാട് എത്തി. ഇനി നമ്മള് ഫിൽറ്റർ കോഫി കുടിക്കാൻ പോവാണ്. എവിടെയാ ഫിൽട്ടർ കോഫി കുടിക്കാൻ പോണ്? വെച്ചോ. പാലക്കാട്. പാലക്കാട് എവിടെ? എവിടെയാണ് അറിയോ? ഇല്ല. കൽപ്പാത്തി. കൽപ്പാത്തി. കൽപ്പാത്തി പോയിട്ട് നമുക്ക് നല്ല ഫിൽട്ടർ കോഫി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടാ. നമ്മള് കൽപ്പാത്തി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഹോട്ടൽ നോക്കണം. ഹോട്ടൽ ഇനി 100 മീറ്ററേ ഉള്ളൂ. 130 മീറ്റർ. മുരളി കഫേയാണ് നമ്മള് പോവാൻ പ്ലാൻ ചെയ്തിരിക്കണത്. പക്ഷെ നമ്മുടെ ലക്ക് വെച്ചിട്ട് തുറന്നിട്ടുണ്ടാവോ ഇല്ലേ. അതാണ് കൽപ്പാത്തി അഗ്രഹാരം. കണ്ടാ തിരക്കുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു. ഇതാണോ? അതല്ല, ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഗൂഗിളില്. മുരളി കഫേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിവിട് ബോർഡ് കേട് വന്നപ്പോ മാറ്റിയതാണെങ്കിലോ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ് ആയിരിക്കും. ഇവിടെ ചായക്കട വേറെ ഒന്നുമില്ല, തുറന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കട്ടെ, കോഫി ഉണ്ടോ ചോദിക്കാം. ഉണ്ടാവണം. അപ്പൊ നമ്മളിത് ഇഡ്ഡലിയും സേവയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫിൽട്ടർ കോഫിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചോ? ശരി. നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ ഫിൽട്ടർ കോഫി. നന്ദിയുണ്ട്. എങ്ങനെയുണ്ട് ഇഡ്ഡലി? വെച്ചോ. ഇഡ്ഡലി എങ്ങനെയുണ്ട്? സൂപ്പറാ.
അതായത് മാങ്ങാണി വളരെ ഒരു 10-60-70 കൊല്ലമായിട്ട് ഇത് ബ്രാഹ്മിൻസാണ് ഇത് ഉപയോഗിക്കുക മോസ്റ്റ്ലി. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വേരാണ്, മലയുടെ ഉള്ളിലാണ് ഉണ്ടാവുക, ഭയങ്കര തണുപ്പാണ്. അതേതാ നല്ല നീളത്തിൽ വേര് പോലെ ഉണ്ടാവും. അതങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒരു ദിവസം. അതിന് ശേഷം അതൊക്കെ എടുത്ത് ഉള്ളിലൊരു വേരുണ്ടാവും, അത് കളഞ്ഞ ശേഷം കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കടുക് പോലെ കട്ട് ചെയ്ത് അതിന് 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ പൊഴിഞ്ഞ് അതിലിട്ട് വെക്കണം. അതിന് ശേഷമാണ് ഈ ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. മാങ്ങ അച്ചാർ പൊടി ഉണ്ടല്ലോ, നമ്മളെ പൊടിക്കും. അച്ചാർ പൊടിയല്ല, മാങ്ങയുടെ മുളക് പൊടി കുരുവില്ലാതെ പൊടിച്ച് അതിലിട്ട് അങ്ങനെ ഊറി വെക്കും. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ചെറുനാരങ്ങ വെച്ചു, ആദ്യം ഒഴിച്ച് വെക്കില്ല. ആദ്യം കഴുകാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ അച്ചാർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പാത്രത്തിൽ വെച്ച് ഒരു ചെറുനാരങ്ങ പൊഞ്ഞോളൂ, അപ്പോൾ ടേസ്റ്റ് കൂടും. നിങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നത്? എല്ലാം വീട്ടിലുണ്ടാക്കുന്നത്. ഇതിലൊന്നും സുർക്ക ഉണ്ടാവില്ല, ഒക്കെ നാച്ചുറലാണ്, ഒന്നും ഉണ്ടാവില്ല. 6 month ഗ്യാരണ്ടിയാണ്, ഒന്നും കേടുവരില്ല. നമ്മൾ ഫ്രിഡ്ജിലേ വെക്കണ്ട, പുറത്തേ വെക്കാം. ശരി, ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ പോയിട്ട് വന്നു, തൃശ്ശൂർ പോയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് കൽപ്പാത്തി എല്ലാം പോയി ചായയൊക്കെ കുടിച്ചു, കോഫി കുടിച്ചു. അതെച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയായിരുന്നു, ബോറൊന്നും അടിച്ചില്ല. ഷൂല് പോവാത്തതാ വിഷമം. അതല്ലേ, കോഫിയൊക്കെ സൂപ്പർ. ഷൂല് പോവാൻ പറ്റാത്തതാണ് വിഷമം അല്ലേ? ബാക്കിയൊക്കെ അടിപൊളി. അടുത്ത പ്രാവശ്യം ലീവിന് പോകുമ്പോ ഞങ്ങൾ സുവോളജിക്കൽ പാർക്ക് ഒന്നും കൂടെ പോയി കാണും അല്ലേ? എല്ലാവരും പ്ലേറ്റ്സ് ആൻഡ് പ്ലാൻസിലെ പുതിയ വീഡിയോയില് സബ്സ്ക്രൈബ് ചെയ്യോ, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യോ. പിന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യാം. അവിടെ നോക്കി പറ, സെറ്റ് പറ, സെറ്റ്. അമ്മ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്ക് പോവാന്ന് വിചാരിച്ചിറങ്ങിയെങ്കിലും സുവോളജിക്കൽ പാർക്ക് പോവാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. നമ്മൾ വേറെ എവിടെയൊക്കെ പോയി? കുതിരാനിലെ അമ്പലത്തിൽ പോയി, കൽപ്പാത്തി എക്സ്പ്ലോർ ചെയ്തു, ഫിൽറ്റർ കോഫി കുടിച്ചു. എന്തായാലും ദിവസം അടിപൊളിയായിരുന്നു. എനിവേ ഗുഡ്. അതെ, അപ്പോ നമ്മുടെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. എന്നാലും ഇനി അടുത്തൊരു നല്ല ട്രാവൽ വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ ഫുഡിന്റെ വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.